ശ്രീ പണിക്കർ, ഇതേ നിരീക്ഷണം തന്നെയാണോ താങ്കൾക്കും ഉള്ളത്? ഇത്തവണ അത്ര ഒരു ഈ പൊരിഞ്ഞ പോരാട്ടം എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒന്നുണ്ടാവുകയില്ല. എന്തായാലും ഇത്രയും 7 ഘട്ടങ്ങൾ നീളുന്ന ഒരു ദീർഘമായ തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. അത് രാജ്യത്ത് അങ്ങനെ പറ്റുകയുള്ളൂ. കഴിഞ്ഞ തവണയും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഇതൊരു മത്സരത്തിന്റെ പ്രതീതി ഉണ്ടാക്കാത്ത ഒരു സാഹചര്യമാണോ ഇപ്പോഴുള്ളത്? ശ്രീ മഞ്ജുഷ്, നിലവിലത്തെ സാഹചര്യത്തിൽ BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ആത്മവിശ്വാസമുണ്ട്. അതിന് കാരണം നേരത്തെ ശ്രീ ഫക്രുദ്ദീൻ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായി യോജിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിലുള്ള എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരെയും കേറ്റർ ചെയ്യുന്ന രീതിയിലുള്ള പല പോളിസികളും ഇവർ കൊണ്ടുവന്നു. തന്നെയുമല്ല, ഒരുപക്ഷെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പ്രഖ്യാപിതമായിട്ടുള്ള പല പോളിസി, അതായത് നയ നിലപാടുകളുണ്ടായിരുന്നു. ആ നിലപാടുകളൊക്കെ തന്നെ ഞങ്ങൾ നടത്തുന്നുണ്ട് എന്ന രീതിയിലത്തേക്കുള്ള ഒരു അവകാശവാദം കൂടെ BJPയുടെ ഭാഗത്തു നിന്നുണ്ട്. ഇപ്പോൾ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണ പൂർത്തീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും ആർട്ടിക്കിൾ 370, മുത്തലാഖ് തുടങ്ങി നിരവധി വിഷയങ്ങളുണ്ട്. അതിപ്പോൾ ഏറ്റവും അവസാനം വന്നു നിൽക്കുന്ന വിഷയങ്ങൾ വരെ ഏതൊക്കെയാണ് എന്നുള്ളതിനെ പറ്റി നമുക്കറിയാം. അപ്പൊ അങ്ങനെയുള്ള ഒരു കുറേയധികം നയങ്ങൾ, നിലപാടുകളെല്ലാം തന്നെ കൊണ്ടുവച്ചതിന് ശേഷം അത് നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം, പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുന്നു, ഈ രീതിയിലത്തേക്കുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർ ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പ്രഖ്യാപിച്ചിരുന്ന കാര്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടാണോ ആൾക്കാരിൽ നിന്ന് വോട്ട് നേടിയത്, ആ കാര്യങ്ങളിൽ പലതും ചെയ്തു തീർക്കുന്നതിന് വേണ്ടിയിട്ടും അത് അവരുടെ ഒരു റിപ്പോർട്ട് കാർഡിന്റെ ഭാഗമാക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ അത് തന്നെയാണ് ജനാധിപത്യത്തിൽ ചെയ്യാൻ കഴിയുക. അപ്പൊ അതിന്റെ ഒരു ആത്മവിശ്വാസത്തിൽ നിന്നാണ് അവർ പറയുന്നത് വീണ്ടും തിരിച്ചു വരുമെന്ന് പറയുന്നത്. പ്രധാനമന്ത്രി ഇപ്പോൾ നേരത്തെ നടത്തിയിരുന്ന ഒരു പ്രസംഗത്തിൽ അടുത്ത തവണ ചെങ്കോട്ടയിൽ ഞാൻ വരുമ്പോൾ എന്ന് അദ്ദേഹം പറഞ്ഞത് അടുത്ത ടേമിലേക്കാണ് എന്നുള്ളത് ആലോചിച്ച് നോക്കുക. അപ്പൊ അത്രത്തോളം വലിയ ആത്മവിശ്വാസമുണ്ട്. അതേപോലെ തന്നെ 400-ലധികം സീറ്റ് നേടും എന്ന രീതിയിലൊക്കെ പറയുന്നു. ഇപ്പൊ 400 കിട്ടിയാലും ഇല്ലെങ്കിലും അവർ തിരിച്ചു വരും എന്ന രീതിയിലത്തേക്കുള്ള ഒരു വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രത്യാശ BJPയുടെ ഭാഗത്തുണ്ട്. അത് കിട്ടുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം സമീപകാലത്ത് നടന്നിരുന്ന പല തെരഞ്ഞെടുപ്പുകളിലും ഒരുപക്ഷെ പാർലമെന്റിലേക്ക് ഏറ്റവും കൂടുതൽ സീറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് അവർക്ക് അനുകൂലമായ രീതിയിലുള്ള ഒരു ഇലക്ടറേറ്റിന്റെ പ്രതികരണം കൂടിയാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ പറയേണ്ടത്, ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഒരു വടംവലി പോലെയാണ്. അവിടെ നമ്മുടെ ശക്തി മാത്രമല്ല, എതിരാളിയുടെ ദൗർബല്യവും നമുക്ക് അനുകൂല ഘടകമാകുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അപ്പുറത്തെ ഭാഗത്ത് വടം വലിക്കാനായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു ഏകോപനമില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഇന്ത്യ അലയൻസ് എന്ന് പറയുമ്പോൾ അതിൽ ആ അലയൻസ് എന്ന് പറയുന്നതിന് ഇന്ന് എന്താണ് പ്രസക്തി എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അലയൻസിന്റെ ഭാഗമായിട്ട് ആദ്യത്തെ ചർച്ചകളിൽ ഉണ്ടായിരുന്ന പല ആൾക്കാരും, അല്ലെങ്കിൽ ആശയപരമായിട്ട് യോജിച്ചിരുന്ന പല ആൾക്കാരും ഇന്ന് അവരോടൊപ്പമില്ല. സീറ്റ് ഷെയറിംഗ് ചർച്ചകൾ വരുന്ന സമയത്ത് പല ആൾക്കാരുമില്ല. ഒറ്റയ്ക്കൊറ്റയ്ക്ക് മത്സരിക്കാനായിട്ട് പല ആൾക്കാരും തീരുമാനിക്കുന്നു. തങ്ങളോടൊപ്പം നിൽക്കും എന്ന രീതിയിലേക്ക് തുടങ്ങിയിരുന്ന ചില ആൾക്കാർ മറുപാളയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനിയും പല ആൾക്കാരും മാറിപ്പോകുന്നതിനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പ്രതിപക്ഷ ഐക്യം എന്നൊന്നില്ല. അപ്പൊ ഈ അലയൻസ് എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ ഇല്ല. എന്നാൽ BJPയെ സംബന്ധിച്ച് അങ്ങനെ അല്ല താനും. കാരണം BJPയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ തവണ ഈ കർഷക നിയമങ്ങൾ കൊണ്ടുവന്നപ്പോൾ ആ കാർഷിക നിയമങ്ങളുമായി ബന്ധപ്പെട്ട് BJPയുടെ പല സഖ്യകക്ഷികളെ, ഇപ്പോൾ SAD പോലെയുള്ള സഖ്യകക്ഷികളെയൊക്കെ തന്നെ അവർക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം BJP ഒരു വലിയേട്ടൻ മാത്രമായി മാറുന്നു. മറ്റുള്ള പാർട്ടികളെയൊക്കെ തന്നെ വലിയ സമ്മർദ്ദത്തിൽപ്പെടുത്തുന്നു. അവരുടെ പല നയങ്ങളും നിലപാടുകളും ഒന്നും തന്നെ NDAയിൽ പോലും ചർച്ച ചെയ്യുന്നില്ല എന്ന രീതിയിലുള്ള ആരോപണമൊക്കെ ഉണ്ടായിരുന്നു. പലരും വിട്ടുപോവുകയും ചെയ്തതാണ്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ അവർക്ക് സഖ്യമുണ്ട്. കർണാടകയിൽ ഒരുപക്ഷെ നേരത്തെ ഇന്ത്യ അലയൻസിന്റെ ഭാഗമായിരുന്ന JDS ഇവരോടൊപ്പം വരുന്നു. ബീഹാറിൽ ഇന്ത്യ അലയൻസിന്റെ ഭാഗമാകും, അല്ലെങ്കിൽ നേരത്തെ ശ്രീ ഫക്രുദ്ദീൻ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകും എന്ന് പറയപ്പെട്ടിരുന്ന നിതീഷ് കുമാർ ഇവരോടൊപ്പം വരുന്നു. തമിഴ്നാട്ടിൽ ഇവർക്ക് സഖ്യമുണ്ടാകുന്നു. ഒഡീഷയിൽ ഒരു സഖ്യത്തിലേക്ക് വന്നേക്കാം. മഹാരാഷ്ട്രയിൽ അവരുടെ പ്രതിപക്ഷത്തെ, അല്ലെങ്കിൽ അവരുടെ എതിർചേരിയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട 2 കക്ഷികൾ അവരുടെ ഭാഗത്തേക്ക് വരുന്നു. ആ രീതിയിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ കൂടുതലായിട്ട് ലോക്സഭയിലേക്ക് സീറ്റുകൾ നൽകുന്ന പല സംസ്ഥാനങ്ങളിലും BJPക്ക് വളരെ പ്രോഗ്രസീവായിട്ടുള്ള, വളരെ ആശാവഹമായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. ഒപ്പം ഈ പ്രതിപക്ഷത്തിന്റെ ഒരു ശൈഥില്യം എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഉണ്ടായിരുന്ന പല വിഷയങ്ങളുമുണ്ട്. ഇപ്പോൾ കർഷക സമരം എന്ന് പറയുന്നത് മറ്റൊരു രീതിയിൽ അതിപ്പോൾ വന്നിട്ടുണ്ട്. പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങളുണ്ട്. മണിപ്പൂർ വിഷയം എന്ന് പറയുന്നത് കുറച്ചു കാലം ചർച്ച ചെയ്തിരുന്നതാണ്. അയോധ്യ, അവിടെ രാമക്ഷേത്രത്തിന്റെ പൂർത്തീകരണവുമായി ബന്ധപ്പെട്ട് വളരെ വലിയ രീതിയിലുള്ള തർക്കങ്ങളും വിയോജിപ്പുകളും ഒക്കെ പ്രതിപക്ഷ നിരയിൽ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ഈ വിഷയങ്ങളിലെല്ലാം തന്നെ ഒരേ നിലപാടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട നിലപാടെടുത്തിരുന്ന രാഷ്ട്രീയ കക്ഷിക്ക് ഇതിനെ ഒരു വളരെ കൃത്യമായിട്ടുള്ള ഒരു ഇലക്ടറേറ്റിനോട് പറയുന്ന ഒരു വിഷയമായിട്ട് പ്രചരണത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. പലപ്പോഴും അവരുടെ ആഭ്യന്തരമായിട്ടുള്ള പല വിഷയങ്ങൾ, അത് കോൺഗ്രസിനുള്ളിലുള്ള വിഷയങ്ങൾ മാത്രമല്ല, നേരെ മറിച്ച് ഈ ഇന്ത്യ അലയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല വിഷയങ്ങളും ഒക്കെ തന്നെ ഇതിലൊരു മുൻതൂക്കം നേടുന്നത് കൊണ്ട്, ഒരു മേൽക്കൈ നേടുന്നത് കൊണ്ട് ഈ വിഷയങ്ങളെ BJPക്കെതിരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നതിന് പോലും അവർക്ക് കഴിയാതിരുന്ന സാഹചര്യമുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു വടംവലിയാണ് എന്ന് നമ്മൾ പരിഗണിച്ചാൽ
BJP അവരുടെ ശക്തി വർദ്ധിപ്പിച്ചു എന്നതിനോടൊപ്പം തന്നെ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർ വളരെ ഐക്യമില്ലാതെ പെരുമാറുന്നു, അവരുടെ ശക്തി ക്ഷയിക്കുന്നു എന്നുള്ളത് കൊണ്ട് BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് നമുക്കറിയാം. അത് എളുപ്പവുമല്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ 2 തവണയും അവർക്ക് കേവല ഭൂരിപക്ഷത്തോടു കൂടി വന്നു, അല്ലെങ്കിൽ അവരുടെ സഖ്യത്തിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അങ്ങനെ 10 വർഷം ഭരിച്ചതിന് ശേഷം വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും കാര്യങ്ങളും ഒക്കെ, അല്ലെങ്കിൽ വലിയ ആരോപണങ്ങളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള പ്രതിപക്ഷ കക്ഷികളെല്ലാം ഉയർത്തിയതിനു ശേഷവും 10 വർഷം കഴിഞ്ഞിട്ട് ഒരു പ്രധാനമന്ത്രിക്ക് അത്രയും കാലം ലീഡ് ചെയ്തിരുന്ന ഒരാളിന് നെഞ്ചത്ത് തട്ടിക്കൊണ്ട് ഞാൻ ഇനിയും തിരിച്ചു വരുമെന്ന് പറയാനുള്ള ഒരു ആത്മവിശ്വാസം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയ കാര്യമാണ്. കാരണം അത് ആന്റി ഇൻകംബൻസിയുടെ എല്ലാ കാര്യങ്ങളെയും, അല്ലെങ്കിൽ അതിന്റെ എല്ലാ സാധ്യതകളെയും മറികടന്നുകൊണ്ട് തന്നെ ആ രീതിയിലത്തേക്ക് പറയുന്നു. അത് കേവലം മാധ്യമങ്ങളോ അല്ലെങ്കിൽ പാർട്ടിക്കാരോ മാത്രം പറയുന്ന കാര്യങ്ങളല്ല എന്നുള്ളത് ഒരു ഗ്രൗണ്ട് റിയാലിറ്റി എന്ന രീതിയിൽ ശരി എല്ലാ ശരി ശ്രീ സംസ്ഥാനങ്ങളിലും പണിക്കർ, നിന്നുള്ള ശ്രീ പാർട്ടികൾക്ക് എൻ